IPL RCB കോട്ട പൊളിക്കാൻ കരാറെടുത്ത പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ചെപ്പോക്കിൽ ചെന്നൈയുടെ കോട്ട പൊളിച്ചു. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം വാങ്കഡയിലെ മുംബൈ ഇന്ത്യൻസിൻ്റെ കോട്ടയും RCB പൊളിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മുംബൈ IPL തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ആ ഒരു 18ൻ്റെ ആ ഒരു പണിയാണോ RCB മറ്റുള്ള ടീമുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കാത്തു വെച്ചിട്ടുള്ളത്? തീർച്ചയായും നമ്മളന്ന് ആദ്യം പറഞ്ഞിരുന്നു, അന്ന് പണ്ട് സച്ചിന് വേണ്ടിയിട്ട് യുവരാജ് ആ ലോകകപ്പ് നേടി കൊടുത്ത പോലെ ഇപ്പോൾ ഈ കോഹ്ലിക്ക് വേണ്ടിയിട്ട് ആ ടീം ഒന്നടങ്കം ഇറങ്ങിയിട്ടാണ് ഒരു ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ അതാണ് വേണ്ടതെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം കോഹ്ലിക്ക് IPL കൂടെ കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാം കഷ്ടമായിരിക്കും അവസ്ഥ. പക്ഷെ അതിൻ്റെ യാതൊരു ഇതുമില്ല. എല്ലാ സീസണിലും ബാംഗ്ലൂർ നല്ല ടീം ഉണ്ടാവും, നല്ല ബാറ്റിംഗ് കൊണ്ടുവരണം, ബോളിംഗ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ബാറ്റ്സ്മാർ തിളങ്ങുമ്പോൾ ബോളിംഗ് തിളങ്ങാറില്ല, ബോളിംഗ് തിളങ്ങിയ ബാറ്റ്സ്മാർ തിളങ്ങാറില്ല. ഈ ഒരു ഇതാണ് കാഴ്ച കണ്ടുവരുന്നത്. എല്ലാം കൂടെ ഒത്തിട്ട് വരാറ് വളരെ കുറവാണ്. ഇപ്പോൾ ഈ സീസണിൽ ഒരുവിധം ഏകദേശം ഒത്തുവരുന്ന് കാണുന്നുണ്ട്. ഇന്നലെ ഇപ്പം കണ്ടപ്പോൾ തന്നെ ആദ്യം കളി ജയിക്കുന്ന ഉറപ്പിച്ചു, പിന്നെ ഒന്ന് കൈവിടുമെന്ന് പേടിച്ചു, പിന്നെ ആദ്യം കളി തിരിച്ചു പിടിച്ചു. മികച്ച രീതിയിലാണ് മുംബൈനെ ഇന്നലെ പൂട്ടിയിട്ടത്. അനിയനെ ഏട്ടൻ വന്നിട്ട് എറിഞ്ഞിട്ട അവസ്ഥ എന്ന് പറയാം, അത് തന്നെയാണ്. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ ആദ്യം ബാറ്റ് ചെയ്യുന്നു വാങ്കഡയിൽ. നമുക്കറിയാം വാങ്കഡയിൽ ഒരു വലിയ ഹൈ സ്കോറിംഗ് ഒക്കെ വരുന്ന മാച്ചുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ അത്ര നല്ല ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു മൈതാനം തന്നെ. ഫിൽ സാൾട്ട് ആദ്യ ബോൾ തന്നെ ബൗണ്ടറി നേടിയിട്ടാണ് ഇന്നിങ്സ് തുടങ്ങുന്നത്. പക്ഷേ തൊട്ടടുത്ത പന്തിൽ തന്നെ ഒരു മനോഹരമായൊരു പന്തിൽ ബോൾട്ട് സാൾട്ടിൻ്റെ വിക്കറ്റ് തെറിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പടിക്കലും വിരാട് കോഹ്ലിയും വരുന്നുണ്ട്. വിരാട് കോഹ്ലി വളരെ അഗ്രസീവായിട്ടാണ് തുടങ്ങിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സാധാരണ. അദ്ദേഹം ഈ സീസണിൽ പല മത്സരങ്ങളിലും അദ്ദേഹം നേരിട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ വളരെ പതിയെ തുടങ്ങുന്നു, സ്ട്രൈക്ക് റേറ്റ് കുറവാണ് എന്ന രീതിയിൽ. പക്ഷെ അതിനെല്ലാം ഇതാക്കുന്ന രീതിയിൽ ആ വിമർശനങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള ഒരു അഗ്രസീവായിട്ടുള്ള സ്റ്റാർട്ട് ടീമിന് വേണ്ടി അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഫിൽ സാൾട്ടിൻ്റെ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ടീം ഒരു പ്രതിരോധത്തിലാകും എന്ന ഘട്ടത്തിൽ കൃത്യമായി തൻ്റെ ഉത്തരവാദിത്തം കോഹ്ലി നിറവേറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബുംറയുടെ തിരിച്ചുവരവ് നമ്മൾ പറയുന്നുണ്ട്. ബുംറയുടെ രണ്ടാമത്തെ പന്തിൽ തന്നെ ബുംറനെ സിക്സറിന് പറത്തിയിട്ടാണ് കോഹ്ലി. അതൊരു കോഹ്ലിയുടെ ഒരു ആത്മവിശ്വാസമാണ്. കാരണം ഇപ്പോൾ T20 ക്രിക്കറ്റിലൊരു ക്രിക്കറ്റിൽ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ പോലും ബുംറ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ള അതെ ബുംറയുടെ ഒരു അപകടം എത്രത്തോളം അപകടം വിതക്കാൻ കഴിയുന്ന ഒരു താരമാണെന്ന് നമുക്കറിയാം. ആ താരത്തിനെ രണ്ടാമത്തെ പന്തിൽ തന്നെ 6 നേടിയിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്. ഒരു നമുക്ക് ഒരു എന്താ പറയുക, ഒരു ആവേശം തരുന്നവരെ എന്താ പറയുക, രോമാഞ്ചം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു നിമിഷങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് കോഹ്ലി 50 അടിക്കുന്നത് നമ്മുടെ മലയാളി താരം വിഘ്നേഷിൻ്റെ പന്തിനെ 6 അടിച്ചിട്ടാണ്. അത് ആ ഒരു കോഹ്ലി സ്റ്റൈലിൽ തന്നെയാണ് അദ്ദേഹം 6 അടിക്കുന്നത്. അവിടെ വെച്ച് പടിക്കലിന് ടീമിന് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീട് നമുക്കറിയാം, ഇപ്പോൾ വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറി നേടിയതിനു ശേഷം പുറത്താകുന്നതിന് ശേഷം ലിവിങ്സ്റ്റന്റെ വിക്കറ്റ് പെട്ടെന്ന് ടീമിന് നഷ്ടപ്പെടുന്നുണ്ട്. ലിവിങ്സ്റ്റൺ ഡക്കായിട്ടാണ് പുറത്താകുന്നത്. പക്ഷേ ജിതേഷ് ശർമ്മയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ ആദ്യത്തെ 16 ബോളിൽ 19 റൺസ്, പിന്നെയുള്ള 16 ബോളിൽ 45 റൺസ്, ടോട്ടൽ 32 ബോളിൽ 64 റൺസ്. ഒരു മാൻ ഓഫ് ദി മാച്ച് പ്രകടനം തന്നെയാണ് രജത് പട്ടിദാർ പുറത്തെടുക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു RCBയുടെ ബാറ്റിംഗ് നിര എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലിവിങ്സ്റ്റൺ ഒക്കെ ഡക്കായി പുറത്തായ ഒരു മത്സരത്തിലാണ് അവർ 221 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോർ. സാൾട്ടും ഫോം ആയിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ വന്നത് ബോൾട്ടിൻ്റെ ഈ പടിദാർ. നമ്മൾ പറഞ്ഞല്ലോ, പടിദാർ വളരെ മികച്ചൊരു തുടക്കം നൽകിയത്. ഈ പറഞ്ഞ ആദ്യത്തെ ഒരു പതിയെ തുടക്കം കഴിഞ്ഞിട്ട് മികച്ച രീതിയിൽ റണ്ണുകൊണ്ട് പോയിരുന്നു. ആ ബോൾട്ടിന് മികച്ചൊരു പന്താണ് അതും ബൗണ്ടറിയിലേക്ക് പോകുന്ന പന്ത്. റിക്കിൾട്ടൺ നല്ലൊരു ക്യാച്ചാണല്ലോ എടുത്തത്. ആ ക്യാച്ച് വിക്കറ്റ് പോയില്ലായിരുന്നെങ്കിൽ 220 നിൽക്കില്ലായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. നന്നായിട്ട് കളിച്ചു, നല്ല രീതിയിൽ സ്കോറിംഗ് വേവ് ഉയർത്തി. ജിതേഷിന്റെ ഒരു വെടിക്കെട്ടും കൂടി പറയണം. 19 ബോളിൽ 40 റൺ എടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പം പടിദാർ ഒരു പതിയെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് തന്നെ പടിദാർ അടിച്ച് കളിക്കുന്നില്ല. മോശം പന്തുകൾ നോക്കി ഇങ്ങനെ മുട്ടി കളിക്കുന്ന പറയുമ്പോഴേക്കാണ് ജിതേഷ് ശർമ്മ ഇപ്പുറത്ത് സ്വിച്ച് മാറ്റി അടിക്കുന്നത്. ആ സമയമ്പോഴേക്ക് അപ്പുറത്തും മാറി ഈ 200 കടക്കുന്ന കരുതിയ കളി പടിക്കലും കോഹ്ലി ഉണ്ടാവും. പിന്നെ അത് കടക്കില്ല എന്ന് കരുതി. കാരണം ലിവിങ്സ്റ്റൺ പെട്ടെന്ന് പോയി. പിന്നെ വീണ്ടും ആ സ്കോർ അങ്ങ് പിടിച്ചിടുന്നു. 221 റൺസിലെത്തുന്നു. പിന്നെ ബോളിൽ ബൂമറയ്ക്ക് ഒരു വിക്കറ്റ് കിട്ടി നിർത്തി കേട്ടോ. ലാസ്റ്റ് LBW വിളിച്ചത് ലാസ്റ്റ് ബോളായിരുന്നത്. പിന്നെ ജിതേഷ് അതെ, അത് റിവ്യൂ കൊടുത്തിട്ട് ആ വിക്കറ്റ് അത് ലാസ്റ്റ് ബോളാണ്. 6ഉം 4ഒന്നും പോകാനില്ല. അപ്പം പിന്നെ ബൂമറയ്ക്ക് ഒരു വിക്കറ്റ് കിട്ടട്ടെ എന്ന് മനസ്സുകൊണ്ട് ആശിച്ചു. കാരണം എന്തായാലും കഴിഞ്ഞു, തിരിച്ചറിയൊരു വിക്കറ്റ് പറയാം. പക്ഷെ അത് കൊടുക്കാൻ ബാംഗ്ലൂർ ഒരുക്കായിരുന്നില്ല. ജിതേഷ് റിവ്യൂ വിളിച്ചു, അത് നോട്ട് ഔട്ടായി പോയി. അപ്പം ബൂമറയ്ക്ക് ഈ പറഞ്ഞ പോലെ കോഹ്ലി ഒരു രാജകീയ വരവേൽപ്പ് കൊടുത്തു.
പുത്തൂറിനെ അടിച്ചു നല്ല രീതിയിൽ ഒരു പക്ഷെ വിഘ്നേഷ് പുത്തൂരിന് ഒരു ഓവർ പന്തറിയാൻ 10 റൺ അടിച്ചുള്ളൂ, ഒരു വിക്കറ്റ് എടുത്തിരുന്നു. അതിനുശേഷം പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രോഹിത്തിനെ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ കൊണ്ടുവരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ചിലപ്പം പിന്നെ എന്താണെന്ന് അറിയില്ല. ഒരു ഓവർ 16ാമത്തെ ഓവറിലാണ് അത് വരുന്നത്. പിന്നീട് ഒരുപക്ഷെ വേറെ പ്ലാൻ ആയിരിക്കും, മറ്റ് പ്ലാനുകളായിരിക്കും. പക്ഷെ എന്തായാലും ആ പ്ലാനുകളൊക്കെ ഇതാക്കുന്ന രീതിയിൽ കോട്ട പൊളിക്കുന്നതിന്റെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിൽ ഒരു 221 റൺസ് സ്കോർ ബോർഡിൽ അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവ്, കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മ പരിക്കേറ്റ് കളിച്ചിരുന്നില്ല. ഇപ്പൊ തിരിച്ചു വന്ന രോഹിത് ശർമ്മ ആദ്യ ഓവറിൽ തന്നെ 6 നേടുന്നുണ്ട്. അടുത്ത ഓവറിൽ യാഷ് ദയാലിനെ തുടർച്ചയായ 2 ബൗണ്ടറി അടിക്കുന്നുണ്ട്. ഒരു പഴയ രോഹിത് ശർമ്മേനെ, രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തും. നമുക്കിപ്പോൾ രോഹിത് ശർമ്മയുടെ ഫോമില്ലായ്മയെ കുറിച്ച് പറയുമ്പോൾ ഏത് മത്സരം എപ്പോൾ വേണമെങ്കിലും ഫോമിലേക്ക് എത്താൻ കഴിയുന്ന ഒരു താരമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ രോഹിത് ശർമ്മ ഒരു ഫോമിലേക്കാണോ പോകുന്നത് എന്ന് നമുക്ക് തോന്നിയ ഘട്ടത്തിലാണ് അടുത്ത പന്തിൽ 2 ബൗണ്ടറി, തുടർച്ചയായ 2 ബൗണ്ടറി അടുത്ത പന്തിൽ യാഷ് ദയാൽ രോഹിത്തിന്റെ വിക്കറ്റ് എടുക്കുന്നത്. റിക്കിൾട്ടനും അതേ 17 റൺസ് എടുത്തിട്ട് തന്നെയാണ് പുറത്താവുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും പുറത്താകുന്ന സമയത്ത് പിന്നീട് സൂര്യകുമാർ യാദവിന്റെ ഒരു അത്ര അല്ല, വിൽ ജാക്സണും കൂടെ നോക്കുമ്പോൾ സമയത്ത് ആ 2 വിക്കറ്റോടെ പോയപ്പോൾ കളി ഞാൻ പറയല്ലോ, ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് ബാംഗ്ലൂർ വലിയൊരു ജയത്തിലേക്കാണ് പോകുന്നത്. കളി വിട്ടു, ഈ യാദവും പോയി, ജാക്സും പോയി, പിന്നെ ഓപ്പണർമാർ 2 മടങ്ങി. മുംബൈയുടെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഓപ്പണർമാരുടെ ഒരു പിന്നെ മികച്ച തുടക്കം നൽകുന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ രോഹിത് ഒന്ന് നന്നായിട്ട് തുടങ്ങാൻ ശ്രമിച്ചു, 17 റൺ അടിച്ചു, പിന്നെ 2 4ഉം 6 ഒക്കെ വന്നിട്ടുണ്ട് ഇന്നിങ്സിൽ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പിന്നെ അതിലേക്ക് ആ ഒരു താളത്തിലേക്ക് അല്ല. എനിക്ക് തോന്നുന്നത് 2 വിക്കറ്റ് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ കുറച്ചൊന്ന് ഒരു പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് സൂര്യകുമാർ യാദവും വിൽ ജാക്സും ചേർന്ന് നടത്തുന്നത്. അതിൽ സൂര്യകുമാർ യാദവ് 26 ബോളിൽ 28 റൺസ്, 26 ബോൾ കളിച്ചിട്ടാണ് അദ്ദേഹം 28 റൺസ് എടുക്കുന്നത് എന്നുള്ളതാണ്. മറുവശത്ത് വിൽ ജാക്സ് 22 റൺസ് എടുക്കുന്ന 18 പന്തിൽ. പക്ഷേ ഇവർ ആക്സിലറേഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വിക്കറ്റ് നഷ്ടമാവുന്നത്. ഇതിൽ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് തുടർച്ചയായി 2 തവണ വിട്ട് കളയുന്നുണ്ട്. എന്നിട്ട് അടുത്ത വിക്കറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ വിക്കറ്റും കൂടെ പോയിരുന്നെങ്കിൽ കളി മാറിയാണ്. പിന്നെ വന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ പാണ്ഡ്യ വന്നിട്ടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ മത്സരത്തെ കുറിച്ച് പറയാൻ എന്താ പറയാ, വലിയ ഒരു ആവേശത്തോടു കൂടി തന്നെ. അല്ല, അതിൽ ഏറ്റവും വലിയ കാര്യം തിലക് വർമ്മയുടെ തിരിച്ചു കഴിഞ്ഞ മത്സരത്തിൽ പിന്നെ റിട്ടയർഡ് ഔട്ടായി പോണ്ടി വന്ന താരത്തിന് ആ ഒരു തിലക് വർമ്മ എന്താണോ T20 തിലക് വർമ്മ എങ്ങനെയാണോ കളിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് കണ്ടു. കഴിഞ്ഞ ദിവസം പറ്റിയത് എന്താണെന്ന് പിന്നെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറക്കട്ടെ. ഒരു എന്താ പറഞ്ഞാൽ വിമർശനങ്ങൾക്കൊക്കെ അദ്ദേഹം കൃത്യമായ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മളടക്കം പറഞ്ഞിരുന്ന ആ മത്സരത്തിൽ അദ്ദേഹം ഒരു താര റിട്ടയർഡ് ഫോമില്ലാതെ റിട്ടയർഡ് ഔട്ടായിട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ വളരെ റയറായിട്ട് മാത്രം ഒരു വേദന ഉള്ള സാധനമാണ്. അത്ര നല്ലതല്ല. പക്ഷെ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ മികച്ച ടച്ചായിരുന്നു, ആ കണക്ഷനൊക്കെ വളരെ കൃത്യമായിരുന്നു. ആ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ട് ഇന്നിങ്സ്. തിലക് വർമ്മ എന്താണോ അത് കാണാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം കുറച്ചു നേരം കൂടി നിൽക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരം ജയിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഞാൻ ഹാർദിക് പാണ്ഡ്യയുടെ ഞാൻ പറയുന്നില്ല, അതായത് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഇത് നോക്ക്, 6 4 6 4 6 6 ഈ ഒരു രീതിയിലാണ് ഹാർദിക് പാണ്ഡ്യ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ്. ആ സമയത്ത് കളി ജയിക്കാൻ 41 പന്തിൽ 105 റൺസാണ് വേണ്ടിയിരുന്നത്. അവിടെ നിന്നാണ് ആ മാച്ച് 21 പന്തിൽ 49 റൺസ് കളി മാറുന്നത്. തിരിച്ചു പിടിക്കുമെന്ന് ഒക്കെ തോന്നിയ ഘട്ടത്തിൽ അവസാന ഓവറിൽ എനിക്ക് തോന്നുന്നു അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് 19 റൺസ് ആയിരുന്നു തോന്നുന്നു. 19 റൺസ് ആ ഓവറിൽ 3 വിക്കറ്റാണ് കൃണാൽ പാണ്ഡ്യ. അതല്ല, അതൊരു 39 റൺ വാങ്ങിയ താരമായിരുന്നു കൃണാൽ പാണ്ഡ്യ. ആ താരത്തിന് ബോൾ അത് ക്യാപ്റ്റനിലെ വിശ്വാസം എന്താണെന്ന് എനിക്ക് ആ സമയത്ത് ഞാൻ കരുതിയിരുന്നത് കളി കൊണ്ടുപോയി. കാരണം കൃണാൽ പാണ്ഡ്യയാണ് എറിയാൻ വേണ്ടി വരുന്നത്, നല്ല തല്ല് വാങ്ങിയിട്ടുണ്ട്. അത് ആ ഒരു തല്ല് വാങ്ങിയിട്ട് താരതമ്യം തല്ല് കൊണ്ടിട്ടുണ്ട്. ആ അവസാന ഓവറിലെ 2 പന്തിലും അദ്ദേഹം വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. അതിൽ സാൾട്ട് ഡേവിഡും കൂടി എടുത്ത ക്യാച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതൊരു ബൗണ്ടറി ലൈനിൽ നിന്ന് സാൾട്ട് ട്രൈ ചെയ്യുന്ന ക്യാച്ച് അദ്ദേഹം ബൗണ്ടറി ലൈനിലേക്ക് അടക്കാൻ സാധ്യത ഉണ്ടെന്ന് ഇതാകുന്ന സമയത്ത് ഡേവിഡിന് എറിഞ്ഞു കൊടുക്കുന്നു, ഡേവിഡ് എടുക്കുന്നു. മികച്ചൊരു മത്സരം തന്നെയാണ് നമ്മൾ കണ്ടത് എന്ന കാര്യത്തിൽ സംശയം. കൃണാൽ പാണ്ഡ്യ കളി തിരിച്ചു പിടിച്ചു തന്നെ പറയണത്. അതിലും ഈ പറഞ്ഞ അനിയൻ പാണ്ഡ്യ അവിടെ നിന്ന് അടിച്ചു തകർത്ത് കളി കൊണ്ടുപോകുന്ന വരുമ്പം ഏട്ടൻ വന്നിട്ട് ഏട്ടൻ്റെ ഒരു ഇടപെടൽ അനിയ അനിൽ എന്ന് പറഞ്ഞിട്ട് കളി പിടിച്ചെടുക്കുമായിരുന്നു, ബാംഗ്ലൂരിന് കൊടുക്കുമായിരുന്നു. അത് തന്നെയാണ് കണ്ടത്. അതെ, അത് തീർച്ചയായും. ഇപ്പൊ ഹാർദിക്കിന്റെ ഒരു അടി കണ്ടിട്ട് എനിക്ക് അതിങ്ങനെ ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുമ്പോൾ 3 കാരണങ്ങൾ പറയുമ്പോൾ പറഞ്ഞിരുന്നു ഹാർദിക് ബോളിംഗ് തിളങ്ങിയിട്ടുണ്ട്, പക്ഷേ ബാറ്റിംഗിലേക്ക് അത്ര കൊടുക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉണ്ടായിരുന്നു. ഈ ഓപ്പണർമാരെ പോലെ ഈ പിന്നെ കീ പ്ലേയേഴ്സ് തിലക് വർമ്മയുടെ ഫോമിൽ പിന്നെ കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആ 2 ഘടകമാണ് ഇന്നലെ മുംബൈ കളി തോറ്റെങ്കിലും ഇന്നലത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിരിക്കും തിലക് വർമ്മയുടെയും പാണ്ഡ്യയുടെയും ബാറ്റിംഗ് തന്നെയാണ്. 2 പേരും വെടിക്കെട്ടിന് തിരികെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മുംബൈക്ക് വിരാട് കോഹ്ലിയുടെ മികച്ച പ്രകടനം, ദേവദത്ത് പടിക്കലും ഒരു വലിയ തരക്കേടില്ലാത്ത പ്രകടനം നടത്തും. നമ്മൾ പലപ്പോഴും ഇപ്പൊ പടിക്കലിന്റെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് പടിക്കൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് കുറച്ചൊന്ന് നിറം വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പടിക്കല് കണക്ക് കൂട്ടാറില്ല. അപ്പൊ പടിക്കൽ അടിക്കുന്ന റൺസ് എല്ലാം RCBക്ക് ഇപ്പൊ ബോണസ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരും പഠിക്കലിനെ അങ്ങനെയാണ് നമ്മൾ ചർച്ചകളിൽ പോലും നമ്മൾ പറയാം
പറയാറില്ല. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്ന ഇപ്പോൾ നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ആയി ഇറങ്ങേണ്ടി വന്നു, അങ്ങനെ വരുന്ന താരമാണ്. പക്ഷേ പഠിക്കൽ ക്രീസിലുണ്ടാകുമ്പോൾ ഈ അധികം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് നമുക്ക് കാണുമ്പം ഒരു കൂറ്റിനടികൾ അധികം കാണുന്നില്ല എന്നുള്ള ഡൗട്ടാണ് നമുക്ക് വരുന്നത്. പക്ഷേ അയാൾ മികച്ച ഇന്നിങ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അറിയാം ചെറിയ റണ്ണിൽ മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. ആ ഒരു പഴയ ഇതിൻ്റെ ആ പ്രതാപ ഫസ്റ്റ് വന്ന സമയത്ത് നല്ല ഇതായിരുന്നു, നല്ല കളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ തന്നെയാണ് അധികം നന്നായിട്ട് അദ്ദേഹം കളിച്ചിരുന്നു. പിന്നീടൊന്ന് മങ്ങിപ്പോയി. അപ്പം പിന്നെ ആ പേര് നമ്മളങ്ങ് വിട്ടൊരവസ്ഥയായി. അൺസോൾഡ് ആയിട്ട് വീണ്ടും എടുത്തതാണ് താരത്തിൽ. എന്നിട്ട് ടീമിലേക്ക് ഈ ഇമ്പാക്ട് പ്ലെയർ വന്നിട്ട് റൺ ഉയർത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ RCB കോട്ട പൊളിക്കാൻ വേണ്ടി കരാറെടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചെന്നൈയുടെ ചെപ്പോക്കിലെ കോട്ട പൊളിച്ച് അത്ര ഈസി ആയിരുന്നില്ല വാങ്കഡയിലെ ഈ കോട്ട പൊളിക്കാൻ എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ത്രില്ലിംഗ് മാച്ചിലേക്ക് കൊണ്ടുപോയാണ്. ഇതൊക്കെ ഒന്നൊരു വിഷയമല്ല ഇപ്പം ബാംഗ്ലൂരിന് എന്താ വെച്ചാൽ നടക്കട്ടെ. കുറച്ച് ഒന്ന് കൊതിപ്പിച്ചാണ്. അനിയനായിട്ട് റൊണാൾഡോ മണ്ടി കൊതിപ്പിച്ചിട്ട് കളി ഇങ്ങോട്ട് വാങ്ങിയെടുത്തിട്ട് വന്നതാണ്. അടി എന്ന് പറഞ്ഞാൽ ഒരാൾ നിന്ന് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. RCB എന്ത് ചെയ്യാനാണ്? അതിപ്പം പിന്നെ ഈ കോഹ്ലി, ഞാൻ പറയുന്നത് കോഹ്ലി ഇപ്പം വേറെ ടീമിൻ്റെ കളി നന്നായിട്ട് ആസ്വദിച്ചാണ്. അങ്ങനെ ആർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ആയിരുന്നു. റൊണാൾഡോ മണ്ടി നമുക്ക് അല്ല, ഹാർദിക് പാണ്ഡ്യ നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടി, അതാണ് വേണ്ടത്. അദ്ദേഹം കൃത്യമായിട്ടാണ് ആ സമയത്ത് ഇത് ചെയ്യുന്നത്. അതായത് ടീമിന്റെ ഒരു ജയിക്കാൻ ആവശ്യമായ റൺസ് എത്രത്തോളം ഇതാണെന്നുള്ള രീതിയിലേക്ക് അത് കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അവസാനം 12 റൺസിന്റെ ഒരു തോൽവിയാണ് ടീം ഏറ്റുവാങ്ങുന്നത്. 2 വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ എടുത്തിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 45 റണ്ണിന് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓൾറൗണ്ട് ഹാർദിക് പാണ്ഡ്യ എന്ന ഓൾറൗണ്ടറിന്റെ ഓൾറൗണ്ട് പ്രകടനമാണ്. പക്ഷേ ആ നായകനെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല. എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ RCBയുടെ ഇതുവരെയുള്ള പ്രകടനം വെച്ച് നോക്കുന്ന സമയത്ത് ഇത്തവണ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള എല്ലാ എസെൻസ് എല്ലാം അവിടെ ഉണ്ട്. അതായത് ബാറ്റിംഗ് ഉണ്ട്, ബോളിങ്ങും വലിയ പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നല്ല, തീർച്ചയായിട്ടും ബാംഗ്ലൂർ അധികം പ്രതീക്ഷിക്കേണ്ടത് എനിക്ക് പറയാം. കാരണം ബാംഗ്ലൂർ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതായത് നമ്മൾ പലപ്പോഴും മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ടീമാണ് RCB. അത് കോഹ്ലിനെ സംബന്ധിച്ച് ഒരു ലെജൻഡിനെ സംബന്ധിച്ച് IPL കിരീടം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അതും ഈ മെസ്സിക്ക് ലോകകപ്പ് കിട്ടിയ പോലെ കോഹ്ലിക്ക് IPL വേണം. ഇത്രയും മികച്ച പ്രകടനം നടത്തിയിട്ട് കിട്ടും. IPL താരതമ്യം ചെയ്ത് പറഞ്ഞ എനിക്ക് കമന്റ് വരുന്നത്. പക്ഷേ ഞാൻ 2 ഫോർമാറ്റിൽ ഇതായി വരുന്നെങ്കിലും 2 കളിയിലാണെങ്കിലും 2 ലെജൻസിനെ കുറിച്ച് പറഞ്ഞാണ്. ഇപ്പോൾ കോഹ്ലിക്ക് എല്ലാ ലോകകപ്പും ഏകദിന ലോകകപ്പ് കിട്ടി, T20 ലോകകപ്പ് കിട്ടി. പക്ഷേ IPL ഇതിപ്പോൾ എല്ലാവരും കണക്ക് പറയുമ്പോൾ 5ന്റെ കണക്കൊക്കെ പറയുമ്പോൾ ഇവിടെ ഒന്നുമില്ല. അതെ, ഇപ്പൊ IPLന് അത്രയും പ്രാധാന്യം ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. ക്രിക്കറ്റിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ IPLന് അത്രയും പ്രാധാന്യം ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച രീതിയിൽ തന്നെ മുന്നേറാൻ RCBക്ക് കഴിയട്ടെ, മുംബൈ ഇന്ത്യൻസിന് തിരിച്ചു വരാൻ കഴിയട്ടെ. കാരണം അവരെ സംബന്ധിച്ച് അല്ല, നമുക്കത് നോക്കാം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുംബൈനെ പോലുള്ള ഒരു ടീമിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പലപ്പോഴും ഒരു മോശം തുടക്കത്തിൽ നിന്ന് തിരിച്ചു വരികയും അവിടെ തിരിച്ചു വന്ന് കപ്പ് നേടുകയൊക്കെ ചെയ്യുന്ന, കാരണം ഇതൊരു ലോങ് റണ്ണാണ്. കാരണം ഒരു 25 വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. ഒരുപാട് മത്സരങ്ങൾ ഉണ്ട്. അപ്പൊ അതിനകത്ത് തിരിച്ചു വരാനുള്ള എല്ലാ തിരിച്ചു വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും.